ഷൈജ. ചെട്ടിപ്പടി. എനിക്ക് നല്ല വേദനയായിരുന്നു, ബാക്ക് പെയിൻ ആയിരുന്നു. തീരെ അധിക നേരം നിൽക്കാനൊന്നും പറ്റില്ലായിരുന്നു. കുറച്ച് നേരം നിന്ന് കഴിഞ്ഞ് വെച്ചാൽ അപ്പം തന്നെ ഇരിക്കണം. ഭയങ്കര വേദന വന്നിട്ട് കാലിൻ്റെ അടി വരെ വേദന വരികയാണ്. തരിപ്പും കടച്ചിലൊന്നും ഉണ്ടായിട്ടില്ല. വേദന വേദന എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റൂല. അപ്പൊ ഒരു കാലിങ്ങനെ പൊന്തിച്ച് വെച്ച് നിൽക്കുമ്പോൾ കുറച്ചൊരു മാറ്റം ഉണ്ടാവും. പിന്നെ എന്ത് പണി ചെയ്യുകയാണെങ്കിലും അപ്പം ലേശം ഇരിക്കണം. അങ്ങ് അത്രയും ബുദ്ധിമുട്ടായി. ചിലപ്പോ ഇങ്ങനെ കൈയൊക്കെ എവിടെയെങ്കിലും ഒന്ന് ഇങ്ങനെ ഊന്നൽ കൊടുത്തിട്ടൊക്കെ നിൽക്കേണ്ട ഒരു അവസ്ഥയിലായിരുന്നു. അപ്പൊ ഒരു 3-4 കൊല്ലം മുന്നേ വന്നിട്ടുണ്ട്. അതിൽ ഒരുപാട് ഞാൻ ആയുർവേദ മരുന്നൊക്കെ കുടിച്ചിരിക്കുന്നു. പക്ഷെ പിന്നെ ലാസ്റ്റ് ഞാൻ വേറെ ഒരു ഡോക്ടറെ പോയി കാണിച്ചപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു ഇത് മരുന്ന് കൊണ്ട് മാറൂല, ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ MRI ഒക്കെ അതിന്റെ മുന്നേ എടുത്തതാണ്. അപ്പോൾ ഓപ്പറേഷൻ വേണം, വേറൊരു ഇതും ഇനി ഇല്ലാന്ന് പറഞ്ഞു. അപ്പോൾ ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഒരു പേടിയായി. ആ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത്തെ സ്ഥിതി എന്താവും എന്നുള്ള ഒരു ഇതായതുകൊണ്ട് ഒരു പേടിയാണ്. അങ്ങനെയാണ് പിന്നെ ഞങ്ങളൊരു ഏട്ടൻ പറഞ്ഞിട്ട് ഇവിടെ ഒന്ന് വന്നു നോക്കിയത്. ആ അവരിവിടെ കാണിച്ചിട്ടുണ്ട്. മാറ്റാണ്. മൂപ്പർക്ക് വന്നപ്പോ തന്നെ മാറ്റമൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ മൂപ്പരോട് പറഞ്ഞ ആൾക്കാർക്കൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ ആവൂലല്ലോ, അതുകൊണ്ട് ഒന്ന് വന്നു നോക്ക് എന്ന് പറഞ്ഞതാ. അങ്ങനെ വന്നതാണ് ഞാനിവിടെ. ഇവിടെ വന്ന് കാണിച്ച് സാറിനെ കാണിച്ച് സാറ് എന്നോട് പറഞ്ഞപ്പോ തന്നെ എനിക്ക് ആദ്യം സങ്കടം വന്ന്, പിന്നെ എനിക്ക് തോന്നി എന്തായാലും ഇവിടെ ഒന്നും കൂടി ഒന്ന് വന്നു നോക്കാന്ന് വെച്ചിട്ട്. അങ്ങനെ നല്ല ഇതിൽ ഞാൻ പിന്നെ വന്നതാണ്. പക്ഷെ ഒരു 3-4 മാസത്തിനൊന്നും എനിക്കൊരു മാറ്റം തോന്നിയിട്ടില്ല. മാറൂലേ മാറൂലേ എന്നുള്ളൊരു പേടി മനസ്സിലുണ്ടായിക്കൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പൊ നല്ല വേദനയൊക്കെ കൂടുതലുണ്ടായിന്. പിന്നെ ആ വേദന എക്സസൈസ് ചെയ്യാൻ പറഞ്ഞപ്പോ വേദന കൂടോ വിചാരിച്ചിട്ട് ഞാൻ കുറെ ചെയ്യാതിരുന്നിട്ടുണ്ട്. അതൊരു സത്യമാണ്. അപ്പൊ എനിക്ക് എന്താ വെച്ചാല് അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ ഈ വേദന അധികം ആവുകയാണോ അങ്ങനെയുള്ളൊരു മനസ്സിലൊരു പേടിയായിരുന്നു. പക്ഷെ പിന്നെ ഇവിടുന്ന് ഒരു ദിവസം മാമിൻ്റെ അടുത്ത് എനിക്ക് ചീത്തയിട്ട്, അപ്പൊ പിന്നെ ഞാൻ സ്ഥിരമായിട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ചെയ്തപ്പോ എനിക്ക് മാറ്റങ്ങൾ വന്ന്. പിന്നെ സാർ ഇവിടുന്ന് ചെയ്യണ്ടെന്ന് പറഞ്ഞ പണിയൊന്നും ഞാൻ ചെയ്യാതെ കുറെ അതേ ഇതിലൊക്കെ തന്നെ നിന്ന് നോക്കി. അപ്പൊ പിന്നെ എനിക്ക് നല്ല മാറ്റങ്ങൾ വന്ന്. പിന്നെ ഈ വേദന വരാത്തൊരു പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാവണത് ഇല്ലാതെയായി. ഞാനത് മറക്കാൻ തുടങ്ങി. എനിക്ക് അങ്ങനെ അങ്ങനെ പിന്നെ എപ്പോഴെങ്കിലും ഒക്കെ ചിന്തിക്കുമ്പോൾ അങ്ങനെയുള്ളൊരു വേദന ഉണ്ടായിരുന്നല്ലോ, അതിപ്പോ ഇല്ലല്ലോ എന്ന് ഞാൻ ആലോചിക്കാനും തുടങ്ങി. അങ്ങനെ ഇതായതിനു ശേഷം എനിക്ക് നല്ല മാറ്റമാണ് വരുന്നത്. പിന്നെ ഞാൻ അങ്ങനെ സ്ഥിരമായിട്ട് പിന്നെ വീട്ടിലുള്ള പണികളൊക്കെ ചെയ്യും. ഇതിന്റെ ഇടയ്ക്ക് എക്സസൈസ് ആ സമയത്തൊക്കെ കൂടുതലായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വേദന കുറയണതനുസരിച്ച് ഞാൻ പിന്നെ അത് മറന്നു പോണതാണ്. കാര്യമായാലും വേദന ഉണ്ടാവുമ്പോഴാണല്ലോ ചിന്തിക്കുക. അപ്പൊ എപ്പോഴെങ്കിലുമൊക്കെ ഒരു വേദന വരികയാണെങ്കിൽ ഞാൻ അപ്പോഴൊക്കെ ഒന്ന് എക്സസൈസ് ചെയ്യലുണ്ട്. പിന്നെ അങ്ങനെയുള്ള ബുദ്ധിമുട്ട് കാര്യമായിട്ട് ബുദ്ധിമുട്ടൊന്നും എനിക്ക് വന്നിട്ടില്ല. പിന്നെ ഞാൻ എന്തെങ്കിലും കുറച്ചൊരു വേദനയൊക്കെ തോന്നുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഇവിടെ വരണോ, പ്രത്യേകിച്ച് ഇവിടെ ഒന്ന് വന്ന് കണ്ട് സാറിന് മാമിനൊക്കെ കണ്ടാൽ തന്നെ എനിക്ക് മാറുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നു ഞാൻ. ആ ആ ആ ആ ആ ഒരു കൊല്ലം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ വന്ന് അപ്പം ഇത് രണ്ടാമത് ഇങ്ങനെ ചെറിയ പ്രശ്നം ഉണ്ട് എന്ന് പറഞ്ഞപ്പോ എക്സസൈസ് ഒന്നും കൂടി തുടങ്ങാൻ വേണ്ടി പറഞ്ഞപ്പോ അത് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോ കഴിഞ്ഞ പ്രാവശ്യം വന്ന് ചെയ്ത് പോയപ്പോ ഇപ്പൊ ഇങ്ങനെ ചെയ്തപ്പോ ആ വേദനയും കുറച്ച് നല്ലോണം കുറഞ്ഞിരിക്കുന്നു. പക്ഷെ ഞാൻ അറിയണില്ല എനിക്ക് ആ വേദന പോയതും. ഞാൻ അറിയാതെ തന്നെ ഓരോ കാര്യങ്ങൾ ഞാൻ അങ്ങനെ മുന്നോട്ട് ചെയ്യുമ്പോ പിന്നെ ഞാൻ ചിന്തിക്കും എനിക്ക് അങ്ങനെ ഒരു വേദന ഉണ്ടെങ്കിൽ ഇപ്പൊ ഇല്ലല്ലോ എന്ന്. അതിനോട് എനിക്ക് ഞാൻ നല്ലോണം വിശ്വസിച്ചുകൊണ്ടാണ് ഇപ്പൊ ചെയ്യണത്. ആ പൂർണ്ണമായിട്ടും നല്ല വ്യത്യാസമാണ്. എനിക്ക് എല്ലാം കൊണ്ടും നല്ലൊരു വ്യത്യാസം തന്നെയാണ് വന്നിരിക്കുന്നത്.